വില്ലന്റെ പ്രണയം. രചന ലേഡി ഹിറ്റ്ലർ. അവതരണം അഷിക. നിന്റെ അച്ഛൻ കൂടെയില്ലെന്ന് ആര് പറഞ്ഞു? അതാ മാനത്തേക്ക് നോക്കൂ. അവരാകാശത്തേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു. അവരുടെ കൈകളുടെ പിന്നാലെ ഈശ്വരന്റെ കണ്ണുകളും ചലിച്ചു. നിന്നെ നോക്കി കണ്ണു ചിമ്മിയ ആ താരകം കണ്ടോ? അതാ നിന്റെ അച്ഛൻ. ഇനി അച്ഛനെ കാണുമെന്ന് തോന്നുമ്പോൾ എല്ലാം ആകാശത്തേക്ക് നോക്കണം. ആ താരകം നിന്നെ നോക്കി കണ്ണു ചിമ്മുമ്പോൾ നിന്റെ വിഷമം അതിൻ്റെ കൂടെ ഇല്ലാതാവും. അച്ഛൻ്റെ അനുഗ്രഹം നിനക്ക് എന്നും ഉണ്ടാവും. അമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം അന്ന് മുഴുവനായി എനിക്ക് മനസ്സിലായില്ലെങ്കിലും അവൻ ആ താരകത്തെ നോക്കി നിന്നു. അത് തന്നെ നോക്കി ചിരിക്കുന്നതായി അവന് തോന്നി. പിന്നീട് അവൻ എപ്പോൾ വിഷമം വന്നോ അപ്പോഴെല്ലാം ആ താരകത്തെ നോക്കി സംസാരിക്കാൻ തുടങ്ങി. ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്ന് ഞാൻ കാണുന്നത് അമ്മയുമായി തർക്കിക്കുന്ന ഒരാളെയാണ്. എൻ്റെ മുന്നിൽ വെച്ച് അയാൾ എൻ്റെ അമ്മയെ തല്ലി. എൻ്റെ കൈ കിട്ടിയ പടി കൊണ്ട് ഞാൻ അയാളെ തലക്കിട്ടടിച്ചു. അമ്മ എന്നെ ചേർത്ത് പിടിച്ചു. ഒരുവിധം എഴുന്നേറ്റ് അയാൾ പുറത്തേക്ക് നടന്നു. അയാളുടെ കണ്ണുകളിൽ പകയെരിയുന്നത് ഞാൻ കണ്ടു. പിന്നെ ഞാൻ കാണുന്നത് എല്ലാം പാക്ക് ചെയ്യുന്ന അമ്മയാണ്. ഇഷി, വേഗം വാ, നമുക്ക് വേഗം പോകാം, ഇനി ഇവിടെ നിൽക്കണ്ട. അമ്മയുടെ വെപ്രാളം കണ്ട് കുഞ്ഞിഷി ആകെ സംശയത്തിലായി. ഇഷി, ഞാൻ പറയുന്നൊന്നും ചെയ്യേ. അമ്മയുടെ ദേഷ്യം കണ്ട് ഒന്നും ചോദിക്കാതെ ആ 10 വയസ്സുകാരൻ ബാഗ് പാക്ക് ചെയ്തു. യാത്രയുടെ ഇടയിൽ എപ്പോഴും ഉറങ്ങിപ്പോയി. കണ്ണു തുറന്നപ്പോഴും യാത്ര അവസാനിച്ചില്ല. വേറെ ഏതോ ഒരു നാട്ടിൽ പരീക്ഷ കഴിഞ്ഞാൽ നിൽക്കുന്ന സമയം നല്ല മാർക്കോടെ പാസ്സായ കാര്യം പറയാൻ വീട്ടിലേക്ക് ഓടി വന്ന് ഞാൻ കാണുന്നത് അവരിടയിൽ വെച്ച് നിർത്തി. അവൻ്റെ മനസ്സിലെ പിരിമുറുക്കം നിനക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അത് മനസ്സിലായപ്പോൾ അവൾ ഒന്നുകൂടി അവനെ ചേർത്ത് പിടിച്ചു. പുറത്തും തലയിലും തലോടി. അവനെ നോക്കിയായപ്പോൾ വീണ്ടും പറഞ്ഞു തുടങ്ങി. അന്ന് വീട്ടിൽ ഞാൻ വന്നപ്പോൾ ഞാൻ കാണുന്നത് ചോരയെ കുളിച്ച് കിടക്കുന്നതിൻ്റെ അമ്മ. എനിക്കെല്ലാം കീഴ്മേൽ പറയുന്ന പോലെ തോന്നി. തൊട്ടടുത്ത് അന്ന് ഞാൻ അടിച്ച ആളെ വേറൊരാളെ കൂടി കണ്ടപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടു. അമ്മ എഴുന്നേൽക്കമ്മേ, അമ്മയ്ക്കൊന്നും വരില്ല. അമ്മേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. മോനെ, അമ്മ അച്ഛൻ്റെ അടുത്ത് പോവാം. ഇനി അച്ഛൻ്റെ കൂടെ കാണുമമ്മ, നന്നായി വരും എൻ്റെ. അത്രയും പറഞ്ഞതും അവരുടെ ശ്വാസം എന്നേക്കുമായി നിലച്ചു. അമ്മേ! അവൻ അലറി വിളിച്ചു. അവൻ്റെ ശബ്ദം കേട്ട് അയൽവക്കത്തുള്ളവർ അവിടെ കുതിച്ചു വന്നു. അത് കാണി ബാക്കിയുള്ള 2 പേരും അവിടെ നിന്ന് മാറി മറിഞ്ഞു. പോലീസുകാർ വന്നപ്പോൾ ഞാൻ നടന്നതെല്ലാം അതുപോലെ അവരോട് പറഞ്ഞു. പക്ഷെ പിന്നീട് സംഭവിച്ചത് കവർച്ചക്കരയിൽ നടന്നൊരു കൊലപാതകമായിട്ടാണിത്. ഏതൊരു ബംഗാൾ ചെയ്താണെന്ന് വരുത്തി തീർത്ത് അന്ന് ഏതൊരു പാവത്തിനെ പിടിച്ച് ലോക്കപ്പിലാക്കുകയും ചെയ്തു. എൻ്റെ മൊഴി അന്ന് ആരും കണക്കിലെടുത്തില്ല. പണത്തിൻ്റെ പവറിൽ എല്ലാം ഒതുക്കി തീർത്തു. വീട്ടിൽ തികച്ചു ഞാൻ ഒറ്റക്കാൽ രാത്രി ആകാശത്തേക്ക് നോക്കി നിൽക്കും. അച്ഛൻ്റെ അടുത്ത് മറ്റൊരു നക്ഷത്രം കൂടി വന്നു. അതെൻ്റെ അമ്മയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഒരു ദിവസം ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ, ഇനി ഇവനെ മാത്രമായിട്ട് എന്തിനാ ബാക്കി വെച്ചേക്കുന്നത്, അങ്ങോട്ട് തീർത്തേക്ക്. അമ്മയുടെ വയറ്റിൽ കുത്തിയിരുന്ന കത്തി അവൻ കയ്യിൽ കരുതിയിരുന്നു. ഇവർ തന്നത്തേക്ക് വരുമെന്ന് അവൻ ഉറപ്പായിരുന്നു. അടുത്ത് വന്ന ഒരാളുടെ വയറ്റി അവൻ ആ കത്തി കുത്തിക്കയറ്റി. അയാൾ താഴേക്ക് വീണു. ഒരു ഭ്രാന്തനെ പോലെ അവൻ അയാളുടെ ദേഹത്തെ കത്തി കുത്തി ഇറക്കിക്കൊണ്ടിരുന്നു. ഓരോ തവണ അയാളെ പിടച്ചിൽ കാണുമ്പോഴും അവൻ വീണ്ടും വീണ്ടും കുത്തിക്കൊണ്ടിരുന്നു. അവൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും പുറത്തേക്ക് ഒഴുകിയില്ല. അതിന് പകരം എന്നോണം ആകാശം കറുത്തിരുണ്ടിരുന്നു. മഴ ആർത്തുലച്ച് പെയ്യാൻ തുടങ്ങി. അയാളിൽ നിന്ന് തെറിച്ച് വീഴുന്ന ചോര ഒരു ഉന്മാദാവസ്ഥയിൽ അവൻ ആസ്വദിച്ചുകൊണ്ടിരുന്നു. ഒരു പിടച്ചിലൂടെ അയാൾ മരണത്തെ പുൽകി. അപ്പോഴേക്കും അവൻ്റെ ദേഹം മുഴുവൻ ചോര പുരണ്ടിരുന്നു. അവൻ്റെ ഭാവം കണ്ട് മറ്റേയാൾ ഇറങ്ങി ഓടി. അവനും അയാളുടെ പിന്നാലെ ഓടി. അവനയാളെ പിന്നിൽ നിന്ന് ചവിട്ടി താഴെയിട്ടു. എന്നാൽ അപ്രതീക്ഷിതമായി അയാൾ അവനെ തിരിച്ചാക്രമിച്ചു. കൈ കിട്ടിയൊരു വടി കൊണ്ട് അവൻ്റെ തലക്കടിച്ചു. ആ സമയം പ്രാണരക്ഷാർത്ഥം അയാൾ ഓടി രക്ഷപ്പെട്ടിരുന്നു. കഞ്ഞലെരിയുന്ന കണ്ണുകൾ, ആ 10 വയസ്സുകാരൻ്റെ കയ്യിൽ ചോര പുരണ്ട കത്തിയും മഴത്തുള്ളി അതി പതിക്കുന്നതിനനുസരിച്ച് അതിൽ നിന്ന് രക്തം താഴേക്ക് പതിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ ദേഹത്ത് നിന്നും ചോര കിനിയുന്നുണ്ടായിരുന്നു. കളിച്ചു തിരിച്ചു നടക്കേണ്ട പ്രായത്തിൽ കയ്യിൽ ആയുധമേന്തി അവനല്ലാതാക്കി മാറ്റിയ എല്ലാവരോടും അറപ്പും വെറുപ്പും തോന്നി. ജീവിതത്തിൽ പണത്തിലാണ് വിലയെന്ന് ആ കുഞ്ഞു പ്രായത്തിൽ അവൻ്റെ മനസ്സിൽ പതിഞ്ഞുപോയി.
ആ മഴയിൽ അവൻ്റെ ശരീരത്തിലെ ചോരയല്ല ഒഴുകിപ്പോയത്. പകരം ആ 10 വയസ്സുകാരൻ്റെ നിഷ്കളങ്കതയും നന്മയൊക്കെയായിരുന്നു. അവിടെ നിന്നും മുകളിലേക്ക് നോക്കി അവൻ അലറി, എൻ്റെ അമ്മ എന്നെ വിട്ടുപോയി. പിന്നീട് തെരുവിൽ നിന്ന് എനിക്ക് എൻ്റെ അഗിയെ കിട്ടി. കുറേ നേരം അവൻ മൗനം പാലിച്ചു. ഞാൻ താഴെ കണ്ടയാള് അന്ന് അമ്മയെ കൊല്ലാൻ കൂടെ വന്ന 2ാമത്തെ ആളാണോ? നില ചോദിച്ചു. അവൻ അതേന്ന മട്ടി തലയാട്ടി. എന്തിനാ ഹിഷി? അവരെല്ലാം നിന്റെ അമ്മയെ കൊന്നത്. അവനിൽ നിന്ന് മറുപടി ഒന്നും ലഭിച്ചില്ല. അവൾ നോക്കിയപ്പോൾ അവൻ ഉറങ്ങിയിരുന്നു. ഇരു കൈകൊണ്ടും അവളെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നു. ഞാൻ അവൻ ഉറങ്ങുന്നത് നോക്കിയിരുന്നു. കൊച്ചുകുട്ടികളുടെ നിഷ്കളങ്കത അവനെ നിറഞ്ഞു നിന്നു. ഓഫീസിലേക്ക് അവൻ കയറി വന്നു. നേരെ ചെന്നത് സച്ചുവിൻ്റെ ക്യാബിനിലേക്കായിരുന്നു. അവൾ കമ്പ്യൂട്ടറിൽ മുഖം പൂഴ്ത്തിയിരിക്കുകയായിരുന്നു. അവനൊന്ന് മുരടനക്കി തല ഉയർത്തി നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു. സിദ്ധുവേട്ടൻ, അവൾ മന്ത്രിച്ചു. പെട്ടെന്ന് തന്നെ സ്വന്തം നിലക്കടിച്ചു. എന്നിട്ട് അവനെ നോക്കി പറഞ്ഞു, എൻ്റെ പൊന്നു സിദ്ധുവേട്ടാ, നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ സ്വപ്നത്തിൽ വന്ന് ശല്യപ്പെടുത്താതെ ഓരോ തവണ വന്നിട്ട് ഉമ്മ തരുമെന്നും പറഞ്ഞ് മോഹിപ്പിക്കും. എന്നിട്ടൊരൊറ്റ പോക്കും. ഇന്നത് നടക്കില്ല. അവൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അവൾ ഓടി വന്ന് അവൻ്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. അവൻ്റെ സകല കിളികളും പറന്നുപോയി. ഇത്തവണ എന്നെ പറ്റിക്കാൻ കഴിയില്ല. കണ്ടോ, എനിക്ക് ഉടുക്കത്തെ ബുദ്ധിയാ. ഇനി പൊക്കോ, ഈ സ്വപ്നം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. അവൾ സീറ്റിലേക്ക് പോയിരുന്നു ലാപ്പിൽ നോക്കിയിരുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴും അവൻ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടു. സ്വപ്നം കഴിഞ്ഞു, ഇനി പൊക്കോ. വാട്ട് ദ ഹെൽ? അവൻ അലറിയപ്പോൾ മാത്രമാണ് ഇത് സ്വപ്നമല്ല, സത്യമാണെന്ന് അവൾ അറിഞ്ഞത്. സച്ചു പകച്ചു നിന്നു. അഖിലിന്റെ ക്യാബിനിലേക്ക് ഫയൽ കൊടുക്കാൻ പോയതാണ് സൂര്യ. എന്നാൽ അവന്റെ സീറ്റ് ശൂന്യമായിരുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ വാതിലിൽ കൈയും കെട്ടി നിൽക്കുന്നു നമ്മുടെ അഖിലേട്ടൻ. സാർ ആവശ്യപ്പെട്ട ഫയല്. അവൾ അത് ടേബിളിൽ വെച്ച് പോകാനായി വന്നു. സാർ മാറ്, എനിക്ക് പോകണം. അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല. അവളെ തന്നെ ഉറ്റു നോക്കി. സർ പ്ലീസ്. ഞാൻ ചോദിച്ചതിന് ഇതുവരെ മറുപടി ഒന്നും പറഞ്ഞില്ല. അതിന് വേറെ പെൺകുട്ടികളുണ്ടല്ലോ, എന്നെ വിട്ടേരി. ദേഷ്യത്തിൽ പറഞ്ഞ് അവനെ തള്ളി മാറ്റി അവൾ വാതിൽ തുറക്കാൻ പോയതും അവന്റെ ബലിഷ്ഠമായ കൈകൾ അവളുടെ കയ്യെ പിടിച്ച് ഭിത്തിയിലേക്ക് ചേർത്തു. അയ്യോ, പണിപാളിയോ? വഴിയിലൂടെ പോയ പണി ഇരന്നു വാങ്ങിയല്ലോ. അവൾ അവനരികിൽ വന്ന് കവളിലൊന്ന് തൊട്ടു. ഈശ്വരാ, ഇത് സ്വപ്നമല്ലല്ലോ, ഞാൻ എന്താ ചെയ്തത്? അവൾ സ്വയം പഴിചാരി. നായകനല്ലേ, നായികക്ക് ആദ്യം ഉമ്മ കൊടുക്കേണ്ടത്. ഇതുവരെ ഞാൻ വായിച്ച സീരിയൽ എല്ലാത്തിലും അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ കുഴപ്പമില്ല, ഇഷ്ടം ഒരാൾക്കൊണ്ടേ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും നോക്കാം. ഞാൻ ചെയ്ത് തെറ്റൊന്നുമല്ല. ഇനി സിദ്ധുവേട്ടൻ ഞാൻ കാണാതെ ചിരിക്കും, എന്നെ ഞാൻ അറിയാതെ സ്നേഹിക്കും, പുറമെ ദേഷ്യം കാണിച്ച് ഉള്ളിൽ എന്നെ സ്നേഹിക്കും. എനിക്ക് വയ്യ. ഡോ, താൻ എന്താണ് ഈ കാണിച്ചത്? സിദ്ധു കിളികൾ തിരിച്ചു വന്നപ്പോൾ അവളോട് തട്ടിക്കയറി. അത് സിദ്ധുവേട്ടൻ, ഞാൻ സ്വപ്നമാണെന്ന് കരുതി. തനിക്ക് കുറച്ചു പോലും ബോധമില്ലേ? അതെനിക്ക് കണ്ടപ്പോഴേ ഇഷ്ടം തോന്നി. അതിന് ഇഷ്ടം തോന്നി അവിടെ കയറി നോക്കുന്നത് ശരിയാണോ? അത് ഞാൻ വായിച്ചിട്ടുള്ള കഥകളിലൊക്കെ അങ്ങനെയാ. നിഷ്കളങ്കമായി അവൾ അവനോട് പറഞ്ഞു. എന്നാടോ തന്നെ പോലുള്ളവർക്ക് റിയാലിറ്റിയിലേക്ക് വരിക? അതൊക്കെ കഥകളിൽ മാത്രമേ നടക്കൂ. പിന്നെ താനിപ്പോ ചെയ്ത ഒട്ടും ശരിയായില്ല. ഈ സ്നേഹം എന്ന് പറയുന്നതേ കെട്ടിപ്പിടിച്ച് ഉമ്മോക്കുന്നതോ ശരീരം പങ്കുവെക്കുന്നതൊന്നും അല്ല. ഞാനിതൊക്കെ ആരോടാ പറയുന്നത്? ഞാനിവിടെ വന്നതേ ശിവയെ തിരക്ക. ശിവ എവിടെ? അവൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുമായിരുന്നു. ഹലോ, ശിവ എവിടെ? അവൾ ഞെട്ടി. ആരാ? ശിവയോ? അതാരാ? ശിവ നമ്മുടെ നിലയാ. അവളിവിടെ ഇല്ല. മറുപടി പറഞ്ഞുകൊണ്ട് സൂര്യ അവിടേക്ക് കയറി വന്നു. ഇയാളല്ലേ? അവൾ സിദ്ധുവിന് നേരെ വിരൽ ചൂണ്ടി. അവൻ അദ്ദേഹം തലയാ. ഞാൻ SD ഇന്നലെ വിളിച്ചിരുന്നു. സിദ്ധാർത്ഥ് സൂര്യയോട് പറഞ്ഞു. ആ, മനസ്സിലായി. അവൾ വരുമ്പോ ഞാൻ പറയാം. ഓക്കെ, ഞാനിപ്പോ പോവുക. അവൻ തിരിഞ്ഞടന്നു. പോകുന്നതിന് മുമ്പ് സച്ചുവിന് നേരെ ചിന്തിക്കൂ എന്നൊരു ആക്ഷനും കാണിച്ചു. സൂര്യ ഒന്നും മിണ്ടാതെ അവളുടെ ടേബിളിലേക്ക് പോയി കണ്ണടച്ച് കുറച്ചു മുമ്പ് നടന്നത് ഓർത്തു. കുറച്ചു മുമ്പ് അഖിലിന്റെ ക്യാബിൻ ദേഷ്യത്തിൽ പറഞ്ഞ് അവനെ തള്ളി മാറ്റി വാതിൽ തുറക്കാൻ പോയതു അവന്റെ ബലിഷ്ഠമായ കൈകൾ അവളുടെ കയ്യിൽ പിടിച്ച് ഭിത്തിയിലേക്ക് ചേർത്തു. എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് നിന്റെ കണ്ണുകളിൽ
എനിക്ക് വേണ്ടിയുള്ള പ്രണയം. സർ ലീവ് മീ. അവനത് കേൾക്കാതെ കൂടുതൽ അടുത്ത് വന്നു. സർ ലീവ് മീ. അവൾ അവനെ പിടിച്ച് തള്ളി. അവൻ മേശയിൽ തട്ടി നിന്നു. ഹൗ ഡെയർ യു ടു ടച്ച് മീ. എന്റെ അനുവാദമില്ലാതെ ഇനി എന്നെ സ്പർശിച്ച ഇങ്ങനെയാകില്ല ഞാൻ പ്രതികരിക്കുക. ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. അഖിൽ തല കുടിച്ചിരുന്നു. അവൾക്കും തന്നോട് ഇഷ്ടമുണ്ടെന്ന് കരുതിയാണ് സ്വാതന്ത്ര്യം കാണിച്ചത്. തെറ്റായിപ്പോയി. ആരോടും ഒന്നും മിണ്ടാതെ അവൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിഷിത്, നീ കരുതുന്ന പോലെ അത്ര എളുപ്പമല്ല ഗായത്രി വർമ്മയെക്കുറിച്ച് അറിയുക എന്നത്. ഹോസ്പിറ്റലിൽ വിളിച്ച് നടന്ന കാര്യങ്ങൾ പറയിക്കുകയാണ് ഗംഗ. ഞാൻ പറഞ്ഞില്ലല്ലോ എളുപ്പമാണെന്ന്. അവിടെയുള്ളവരെ നീ സൂക്ഷിക്കണം. ഉടനെ തന്നെ ഞാനും അവിടേക്ക് വരും. ഞാൻ ചോദിക്കണമെന്ന് കരുതിയിരിക്കുമായിരുന്നു. ആരെ ഈ ഗായത്രി വർമ്മ? നീയോ അവരും തമ്മിൽ എന്താ ബന്ധം? നിഷിത് കുറച്ചു നേരം മൗനം പാലിച്ചു. ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ച സ്ത്രീയാണ് ഗായത്രി വർമ്മ. പിന്നീട് എനിക്ക് എൻ്റെ അമ്മയെപ്പോലെ തന്നെയായിരുന്നു. അവസാനമായി എന്നെ കണ്ടപ്പോൾ പറഞ്ഞു എനിക്കൊരു സഹോദരനുണ്ടെന്ന്. അടുത്ത ആൾ വരുമ്പോൾ അവനെയും കൊണ്ടുവരാമെന്ന്. അന്ന് യാത്ര പറഞ്ഞു പോയ ഗായോമ്മ പിന്നീട് തിരികെ വന്നിട്ടില്ല. വളരെ വൈകിയ ഗായോമ്മ കൊല്ലപ്പെട്ട കാര്യം ഞാൻ അറിയുന്നത്. അപ്പോഴേക്കും ഇതുവരെ ഞാൻ കാണാത്ത എൻ്റെ സഹോദരനെ എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഒരുപാട് അന്വേഷിച്ചു, പക്ഷെ കണ്ടുകിട്ടിയില്ല. അവനെ കണ്ടുപിടിക്കണം എനിക്ക്. അതിനാണ് ഗായോമ്മയെ പറ്റി തിരക്കാൻ നിന്നെ ഏൽപ്പിച്ചത്. ഗംഗ എല്ലാം കേട്ടിരുന്നു. എനിക്ക് തോന്നുന്നു ഈ മകനെ ഞാൻ കണ്ടെത്തിയെന്ന്. എവിടെ? എങ്ങനെ? തുടരും.